ഹേ ഗായ്സ്, എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷം? ഞങ്ങൾ അങ്ങനെ ഇരുന്നപ്പോൾ ഒരു അവധി ദിവസം കിട്ടിയപ്പോൾ എന്ത് ചെയ്യണമെന്ന് ഇങ്ങനെ തലേ ദിവസം ആലോചിച്ചു. അപ്പോഴാണ് ഞങ്ങൾ വിചാരിച്ചത്, നമ്മൾ ഇതുവരെ ദൂരെ എവിടെയും പോയിട്ടില്ലല്ലോ, കുറേ ആയില്ലേ പോയിട്ട്. അപ്പോൾ ഒരു ലോങ് ഡ്രൈവ് പോയാലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ വെളുപ്പിന് ഒരു 6:30 ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് രാവിലെ. ആൻഡ് ആ സമയത്തും ഈ ഓഫില്ലാത്ത കുറേ പേര് ജോലിക്ക് പോകുന്നതൊക്കെ ഞങ്ങൾ കണ്ടു കേട്ടോ. ഞാൻ ഓർത്തു, ആ സമയത്തും ആൾക്കാർ എന്തിനാ ജോലി ആ നേരത്ത് ഇറങ്ങിയല്ലോ എന്നൊക്കെ കരുതിയപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിക്കുമായിരുന്നു. അപ്പം ദൂരെ നിന്നൊക്കെ വരുന്നവരായിരിക്കാം. അപ്പം നമ്മൾ ഈ പോകുന്നത് എങ്ങോട്ടാണെന്നല്ലേ, നമ്മൾ ജസ്റ്റ് ഒന്ന് ഇടുക്കി വരെ പോകാമെന്ന് വിചാരിച്ചു. വേറെ പ്രത്യേകിച്ച് കാര്യം ഉണ്ടായിട്ടൊന്നുമല്ല, ചുമ്മാ അങ്ങനെ ഒരു ഡ്രൈവ് പോയിട്ട് വരാലോ എന്ന് കരുതിയപ്പോൾ ഞാൻ ഇതുവരെ അങ്ങനെ ഇടുക്കി പോയിട്ടില്ല. അപ്പോൾ അങ്ങനെ വിചാരിച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞു, എന്നാൽ പിന്നെ നമുക്ക് ഇടുക്കിക്ക് പോവാം എന്ന് പറഞ്ഞു. അപ്പം വെളുപ്പിന് ഇറങ്ങുന്നതിന് മുന്നേ മഴയുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഞങ്ങൾ ഇറങ്ങുന്ന സമയത്ത് മഴയുണ്ടായിരുന്നില്ല, പിന്നീട് അങ്ങോട്ടും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ച് ദൂരം അങ്ങ് പോയിട്ട് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചു. അതിനിടയിൽ ഞങ്ങളൊന്ന് റെസ്റ്റ് ചെയ്യാനൊക്കെ നിർത്തി, മാപ്പ് നോക്കാനൊക്കെ ആയിട്ട് നിർത്തി. കാരണം മാപ്പിൻ്റെ അസിസ്റ്റൻസോടെയാണല്ലോ ഇപ്പം നമ്മൾ എവിടെ ദൂരെ പോയാലും നോക്കുന്നത്. പിന്നെ ഇടയ്ക്ക് നമ്മളെ വല്ല കുളത്തിലോ കാട്ടിലൊക്കെ കൊണ്ട് നിർത്തിയിട്ട് നേരെ പോകാൻ പറയുന്നല്ലാതെ അമ്മച്ചിയെ കൊണ്ട് വേറെ ശല്യമൊന്നുമില്ല. പക്ഷെ അമ്മച്ചി ആക്ച്വലി ഞങ്ങൾക്കൊരു ട്വിസ്റ്റ് തന്നിരുന്നു. അത് നമ്മൾ രാത്രി തിരിച്ച് വരുന്ന വഴിക്കായിരുന്നു. ഞങ്ങൾ ആക്ച്വലി കോതമംഗലത്ത് എത്താനായിട്ടാണ് അത്രയും പാടുപെട്ടത്. പിന്നെ പോകുന്ന വഴി ഇതുപോലെ വലയിട്ട് വെച്ചിരിക്കുന്ന മരങ്ങൾ കണ്ടു കേട്ടോ. എന്താണെന്ന് നോക്കാൻ നമ്മൾ അവിടെ നിർത്തി നോക്കിയപ്പോഴാണ് റംബൂട്ടാൻ മരത്തിലാണ് ആ വലയിട്ട് വെച്ചിരിക്കുന്നത്. ഈ പക്ഷികളൊന്നും വന്ന് തിന്നാതിരിക്കാൻ. നമ്മൾ ഓൾറെഡി അഹാനെ കൃഷ്ണയുടെയൊക്കെ വീഡിയോയിൽ കണ്ടവർക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ നെറ്റിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ദേ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാൻ കയറി. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, ചായ കുടിച്ചു. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ പിന്നെയും ഇറങ്ങി. പിന്നെ പോകുന്ന വഴിക്ക് നമ്മൾ കുറച്ച് പൈനാപ്പിൾ തോട്ടം കണ്ടു, റബ്ബർ തോട്ടങ്ങൾ കണ്ടു. പിന്നെ ഇതെല്ലാം ഇച്ഛായൻ്റെ അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ കാണുന്നത് കൊണ്ട് എനിക്ക് കുറച്ച് പുതുമ കുറവായിരുന്നു. പക്ഷേ ഇവിടുത്തെ റോഡുകളും അതുപോലെ തന്നെ വീടുകളൊക്കെ ഭയങ്കര ഇച്ഛായൻ്റെയൊക്കെ അങ്ങോട്ടുള്ളതുപോലെ തന്നെ. കാരണം ഒരു വീട് കഴിഞ്ഞ് കുറേ പറമ്പ് കഴിഞ്ഞിട്ടൊക്കെയാണ് അടുത്ത വീട് വരുന്നത്. പിന്നെ പഴയ മോഡലുള്ള നല്ല വീടുകളുണ്ട് അവിടെ. അതുപോലെ തന്നെ നല്ല റോഡും ആയിരുന്നു കേട്ടോ. ഈ കുണ്ടും കുഴിയൊന്നും ഇല്ലാത്ത നല്ല അത്യാവശ്യം നല്ല നീറ്റ് റോഡുകളായിരുന്നു. പിന്നെ പോകെ നമ്മൾ ഇതുപോലെയുള്ള റംബൂട്ടാൻ മരങ്ങൾ വലയിട്ട് വെച്ചിരിക്കുന്നത് കുറേ വീട്ടുമുറ്റത്ത് കണ്ടു. അപ്പം ഞങ്ങൾ പറയുമായിരുന്നു, പക്ഷെ ഒരെണ്ണം കഴിക്കാൻ കിട്ടിയിരുന്നെങ്കിൽ ഇങ്ങനെ ഉണ്ടെന്ന് അറിയാമായിരുന്നു എന്ന്. അപ്പം പിന്നെ നമുക്കതൊന്നും പറിക്കാനൊന്നും പറ്റില്ലല്ലോ. ഞങ്ങളത് വേണ്ടാന്ന് വെച്ചു. പിന്നെ ഇപ്പം കുന്നും മലയൊക്കെ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം എനിക്കിങ്ങനെയുള്ള സ്ഥലങ്ങളോട് കുറച്ച് കമ്പം കൂടുതലാണ്. എനിക്ക് തോന്നുന്നു നമ്മൾ ആ ഒരു സിറ്റി ലൈഫിൽ അത്രയും തിക്കിലും തിരക്കിലും ഒക്കെ നിന്നിട്ട് നമ്മളിങ്ങനെ ഒരു സ്ഥലത്ത് വല്ലപ്പോഴും വരുമ്പോൾ കിട്ടുന്ന ആ ഒരു ഒരു സൈലൻസും പീസൊക്കെ ഉണ്ടാവുമല്ലോ, അത് വിചാരിച്ചിട്ടായിരിക്കാം. അങ്ങനെ നമ്മൾ പോയി വന്നു കഴിഞ്ഞപ്പോൾ ഇത് കണ്ടില്ലേ, കോട ഇറങ്ങണതാ. ഞാനിതൊക്കെ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. നമ്മൾ ആക്ച്വലി അന്ന് ഞങ്ങൾ ലാസ്റ്റ് ഇയർ ആണെന്ന് തോന്നുന്നു, നമ്മൾ ട്രിപ്പ് എല്ലാവരും കൂടി പോയപ്പോൾ മൂന്നാർ കൊടൈക്കനാലൊക്കെ പോയപ്പോൾ അവിടെ വെച്ച് മൂന്നാറിൽ കണ്ടതാണ് ഞാനിത്. പിന്നെ ഞാനിപ്പോൾ ഇവിടെയാണ് കാണുന്നത്. പിന്നെ ഞങ്ങൾ നയാരയുടെ പമ്പ് കണ്ടപ്പോൾ നമ്മളൊന്ന് റിഫ്രഷ് ആവാൻ അവിടെ ഇറങ്ങിയപ്പോൾ ഞാൻ ഇങ്ങനെ കണ്ടപ്പോൾ ഞാനതൊന്ന് വീഡിയോ എടുത്തു. എനിക്കിതൊക്കെ ഭയങ്കര കൗതുകമായിട്ട് തോന്നി. അപ്പം വീട്ടിലാണെന്നുണ്ടെങ്കിലും അമ്മയൊന്നും ഇങ്ങനെയൊന്നും പോയിട്ടൊന്നുമില്ല എവിടെയും. അത് രണ്ട് വീട്ടിലും അതെ, അമ്മമാർ രണ്ടുപേരും അങ്ങനെയൊന്നും ട്രാവൽ ചെയ്തിട്ടില്ല. അപ്പോൾ അവരെയൊക്കെ കാണിക്കാമല്ലോ. പിന്നെ എനിക്ക് നിങ്ങളെ കാണിക്കാമല്ലോ. നിങ്ങളെല്ലാവരും എല്ലായിടത്തും പോയതായിരിക്കാം, ഇതിലും അപ്പുറമൊക്കെ ട്രാവൽ ചെയ്യുന്നവരുണ്ടല്ലോ. പക്ഷേ ഇത് നമ്മുടെ ഒരു കുഞ്ഞ് ട്രാവൽ അത്രയേ ഉള്ളൂ. അങ്ങനെ നമ്മൾ കുറേ ഇതുപോലുള്ള വഴികളായിരുന്നു കേട്ടോ. പിന്നെ വളവും തിരിവും കുന്നും മലയും. ഇവിടെ ആക്ച്വലി ഒരു ഫോട്ടോ സ്പോട്ടാണെന്നാണ് പറയുന്നത്. ഇവിടെ നിന്ന് നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റും. പിന്നെ എൻ്റെ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ എനിക്ക് ഹൈറ്റ് പേടിയാണ്. അമ്മ എനിക്ക് അങ്ങനെയൊക്കെ നിന്നിട്ട് എന്നോട് അവിടെ ഇറങ്ങി താഴോട്ട് നോക്കി ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പറ്റില്ല. എനിക്ക് ഭയങ്കരമായിട്ട് പേടി വരും, വിറയ്ക്കും. അപ്പോൾ ആ പാനിക് ഒഴിവാക്കാൻ വേണ്ടി പിന്നെ ചേട്ടൻ പറഞ്ഞു വേണ്ട. ഞങ്ങൾ പിന്നെ അവിടെ ബൈക്ക് നിർത്തി കുറച്ച് നേരം അങ്ങനെ നിന്നു എന്നല്ലാതെ ഞാൻ ഇറങ്ങിയൊന്നുമില്ല.
അപ്പം എൻ്റെ കൂടെ വന്നു കഴിഞ്ഞാൽ പുള്ളിക്കും ആക്ച്വലി ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഒന്ന് പിടുത്തിടേണ്ടി വരും. പുള്ളിക്ക് ഇറങ്ങണം എന്നുണ്ടെങ്കിലും ഞാൻ എവിടെയെങ്കിലുമൊക്കെ മാറി നിൽക്കേണ്ടി വരും. അങ്ങനെയുള്ള കുറച്ച് പ്രശ്നമൊക്കെ ഉണ്ട്. പിന്നെ പാവം അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകും. ഇത് നമ്മുടെ സെക്കൻഡ് സ്പോട്ടാണ് കേട്ടോ. ഇവിടെ നമ്മൾ രണ്ടാമത് ഇറങ്ങി നിന്നത്. ഇങ്ങനെ നിന്നാണ് ഞങ്ങൾ ആക്ച്വലി പോയത്. വേറൊന്നും കൊണ്ടല്ല, നമ്മൾ അങ്ങനെ കുറേ നാൾ കൂടിയല്ലേ ബൈക്കിൽ ഇത്രയും ദൂരം ട്രാവൽ ചെയ്യണം. അപ്പം ആ ഒരു എന്താ പറയുക, ഒരു ബുദ്ധിമുട്ട്, ലൈക്ക് ഇരുന്ന് വരുമ്പോഴുള്ള ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്കറിയാമല്ലോ. കാലൊക്കെ മരവിക്കും, അങ്ങനത്തെ കുറച്ച് പ്രശ്നം. പിന്നെ നമ്മൾ ഇവിടെ നിന്നു. പിന്നെ ഈ കാണുന്ന ഈ പൂവ് കണ്ടോ, അതെല്ലായിടത്തും കാണാൻ പറ്റി. അവിടെ ഒരു റോഡ് കണ്ടോ, അയ്യോ അതെനിക്ക് ഇച്ചായം കാണിച്ചു തന്നതാണ്. ആ റോഡിലൂടെയാണോ ഞങ്ങൾ വന്നത്, ഇനി ആ റോഡിലേക്ക് പോവുകയാണോ, ഇതൊന്നും ഞങ്ങൾക്കറിയില്ല കേട്ടോ. അവിടെ ഒരു റോഡുണ്ട് എന്തായാലും. അപ്പോൾ പിന്നെ നമ്മൾ ചെറുതോണിയിലെത്തി. എനിക്ക് തോന്നുന്നു കമ്പാരിറ്റീവ്ലി ഇടുക്കി ടൗണിലും കുറച്ചും കൂടെ വലിയൊരു ടൗൺ എന്ന് പറയുന്നത് ഈ ചെറുതോണി ടൗൺ തന്നെയാണ് കേട്ടോ. ഇവിടെ അത്യാവശ്യം കുറേ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. മറ്റേ ഇടുക്കി ടൗണിലും വലിയൊരു ടൗണാണ് ആക്ച്വലി ചെറുതോണി എന്ന് പറയുന്നത്. കുറേ കടകളുണ്ടായിരുന്നു. ആക്ച്വലി നമ്മുടെ ആ ഒരു സ്ഥലത്തുനിന്ന് വന്നിട്ട് ഇങ്ങനെയുള്ള ടൗണുകളൊക്കെ കാണുമ്പോഴത്തേനും നമുക്ക് ഭയങ്കര ഒരു വ്യത്യസ്തതയാണല്ലോ. ഞാനപ്പോൾ ചോദിക്കുക, ഇവിടെ അതുണ്ട്, ഇവിടെ ഈ കടയുണ്ട്, ആഹാ എന്തോ ഭയങ്കര വലിയ കാര്യം കണ്ട പോലെ. അപ്പോൾ ഞാൻ പറയും, നമ്മൾ മനുഷ്യരുള്ള നാട്ടിൽ തന്നെയാണ് വന്നിരിക്കുന്നത്, പിന്നെ അവിടെ ഇതൊക്കെ കാണാതിരിക്കുമോ? നമ്മൾ എന്താ വിചാരിക്കുമോ, മലമുകളിലും ഇതൊക്കെ ഉണ്ടോ എന്നൊക്കെയുള്ളൊരു ഇതായിപ്പോയി എനിക്ക്. പിന്നെ ആ കണ്ട പാലം കണ്ടോ, അത് ആ പ്രളയത്തിന് നമ്മൾ വാർത്തയിലൊക്കെ കണ്ടിരുന്ന ആ ചെറിയ പാലം, അതാണത്. ആ പോലീസ്മാൻ ആ കുട്ടിയെ രക്ഷിച്ചുകൊണ്ട് ഓടിയ ആ പാലാണത്. അതൊക്കെ എനിക്ക് ഞാൻ പറഞ്ഞു തന്നാണ് കേട്ടോ. എനിക്കതിനെപ്പറ്റി വലിയ ഐഡിയ ഒന്നുമില്ല. പുള്ളി ആക്ച്വലി വന്നിട്ടുണ്ട്, അതുകൊണ്ട് പുള്ളിക്ക് ഏകദേശം ഒരു ഐഡിയ ഒക്കെ ഉണ്ട് സ്ഥലങ്ങളെപ്പറ്റി. അതായത് കണ്ടില്ലേ, വലിയ ഇതിനെന്താ പറയുക, പാറ അല്ലേ, വലിയ മല, മല. അപ്പോൾ ഇതേപോലെ ഓരോ എന്താ പറയുക, പൊട്ടത്തരം വെള്ളിത്തരമൊക്കെ എൻ്റെ വായിൽ നിന്ന് വീണായിരുന്നു. ഇപ്പം നമ്മൾ കണ്ടത് ഇടുക്കിയുടെ ബോർഡാണ്. അപ്പം നമ്മൾ ഇടുക്കിയിലെത്തി എന്നാണ് ഇതിൻ്റെ അർത്ഥം. സോ വി റീച്ച് ഇടുക്കി. ഇനി വരാൻ പോകുന്നൊരു സ്ഥലം നിങ്ങൾക്ക് ചിലപ്പം ഫെമിലിയർ ആയിരിക്കും കേട്ടോ. ഈ ഒരു ഗ്രൗണ്ട് നമുക്ക് എല്ലാവർക്കും ഫെമിലിയറാണ്. മഹേഷ് ഏട്ടൻ ചെരുപ്പിടാൻ വേണ്ടി പ്രതികാരം നടത്തിയ ആ ഗ്രൗണ്ടില്ലേ, ആ ഗ്രൗണ്ടാണ് ആ കാണുന്ന ഗ്രൗണ്ട്. ഇതിൻ്റെ ഓപ്പോസിറ്റാണ് ആക്ച്വലി നമ്മുടെ ആർച്ച് ഡാം. ഇവിടെ നമുക്കിതേ കണ്ടില്ലേ, ഇവിടെ നിന്നാൽ നമുക്ക് ഈ ഒരു സ്പേസേ കാണാൻ പറ്റുള്ളൂ. ബിക്കോസ് കുറേ ഇത് വന്നതുകൊണ്ട്. ഇത് ഞങ്ങൾ വേറെ അപ്പുറം കൂടെ കറങ്ങി വന്നപ്പോഴുള്ള ഒരു സ്ഥലത്ത് നിന്ന് എടുത്തതാട്ടോ അത്രയും. പിന്നെ നമ്മൾ പോകുന്ന വഴിക്ക് ഇതുപോലുള്ള ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങൾ കണ്ടു. അത്യാവശ്യം നമ്മൾ പോകുന്ന ഒരു 15 to 20 മിനിറ്റ്സ് ഇടവിട്ട് ഇതുപോലത്തെ കുറേ കുഞ്ഞു വെള്ളച്ചാട്ടങ്ങളുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ഇറങ്ങാനൊന്നും പറ്റില്ല, ഇതുപോലെ കണ്ടു പോവാമെന്നുള്ളതേ ഉള്ളൂ. പിന്നെ ഇതേ കണ്ടില്ലേ മലനിരകൾ, ലോട്ട്സ് ആൻഡ് ലോട്ട്സ് ഓഫ് മലാസാണ്. നമ്മളും ഒരു മലയുടെ മണ്ടക്കാണല്ലോ, അപ്പം പിന്നെ മലയിൽ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ കുന്നും മലയൊക്കെ കാണാൻ വേണ്ടിയിട്ടായിരുന്നു നമ്മൾ ഈ ഒരു അവധി ദിവസം ഇവിടെ വെച്ചത്. ആൻഡ് നമ്മൾ ആക്ച്വലി ഇതെല്ലാം കണ്ട് തിരിച്ചെത്തി. വീട്ടിൽ ഞങ്ങൾ എത്തിയപ്പോൾ 11:30 നമ്മുടെ ഒരു ദിവസം മൊത്തം അങ്ങനെ പോയി എന്ന് വേണേൽ പറയാം. നമ്മൾ ഈ പോകുന്ന റൂട്ടിലാണ് കാൽവരി മൗണ്ട് ഉള്ളത്, കണ്ടില്ലേ. കാൽവരി മൗണ്ടിലേക്ക് പോകാനുള്ള വഴിയാണ് ദാ കാണുന്നത്, കണ്ടില്ലേ. അപ്പോൾ അതിൻ്റെ മണ്ടയ്ക്കോട്ട് വണ്ടിയൊക്കെ ചെല്ലുമെന്നാണ് പറയുന്നത്. നേരെ നമുക്ക് കാറ് ബൈക്ക് എല്ലാം മണ്ടയ്ക്കോട്ട് മേലോട്ട് ചെല്ലും എന്നാണ് പറയുന്നത് കേട്ടോ. പിന്നെ ഞങ്ങളിത് ലഞ്ച് കഴിക്കാൻ കയറി. ലഞ്ച് കഴിച്ച് ഇറങ്ങിയപ്പോൾ നമ്മൾ ചുരുളിയിലെത്തി. തിരിച്ചു വന്നപ്പോൾ ഞങ്ങൾക്ക് ആക്ച്വലി ആ ഒരു ചുരുളി എഫക്റ്റ് തന്നെയാണ് കിട്ടിയത്. വന്ന വഴി പിന്നെ വഴി അങ്ങോട്ട് പോവുക ഇങ്ങോട്ട് പോവുക, നമുക്ക് വഴി തെറ്റുകയൊക്കെ ചെയ്തു. അപ്പം മഴക്കാറും ഉണ്ടായിരുന്നു, പിന്നെ മഴ പെയ്തു. പിന്നെ നമ്മൾ കോട്ടൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത് കൊണ്ട് റെയിൻ കോട്ടൊക്കെ ഇട്ട് അടിപൊളിയായിട്ടാണ് നമ്മൾ തിരിച്ചു വന്നത്. ഇതാ കണ്ടില്ലേ കോട ഇറങ്ങിയത്, അടിപൊളിയായിരുന്നു അതിലെ കൂടി വരാൻ. പക്ഷേ എനിക്ക് ഭയങ്കര പേടിയായിപ്പോയി. ലൈക്ക് ഇരുട്ടണതിന് മുന്നേ നമ്മൾ ഇതെന്താ പറയുക, ഈ കയറ്റം മുഴുവൻ ഇറങ്ങണമല്ലോ, അതിൻ്റെ ഒരു പേടി ഉണ്ടായിരുന്നു എനിക്ക്. അപ്പം ബൈക്കും കൂടി ആയതുകൊണ്ട് എനിക്ക് അത്രയും ഒരു പേടി ഉണ്ടായിരുന്നു. അപ്പം ഇച്ചാൻ പറഞ്ഞു ഡാമൊക്കെ തുറക്കുന്ന സമയത്ത് ഇതിലൂടെ ഈ വെള്ളമൊക്കെ വരും, ഇവിടെ കംപ്ലീറ്റ് വെള്ളമായിരിക്കും എന്നാണ് പറഞ്ഞത്. അങ്ങനെ കുറേ കാഴ്ചകൾ കണ്ടു. നല്ലൊരു അടിപൊളി ദിവസമായിരുന്നു. കുറേ തണുപ്പൊക്കെ കിട്ടി. വീട്ടിലെത്തി.